സുവിശേഷത്തിലൊരു സ്ഥലത്തുണ്ട്, ഒരു നിർദ്ധയനായ ഭൃത്യൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ ഭൃത്യൻ്റെ കടങ്ങൾ യജമാനൻ ഇളച്ചു കൊടുത്തു. എന്നിട്ട് ആ ഭൃത്യൻ പോയി തനിക്ക് പൈസ തരാനുള്ള വേറൊരാളുടെ കഴുത്ത് പിടിക്കാൻ പോയി. എന്നിട്ട് പറഞ്ഞു, എനിക്കിത് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിലിടാണ്. ഇതറിഞ്ഞപ്പോൾ യജമാനൻ എന്ത് ചെയ്തു നമുക്കറിയാം. അപ്പോൾ ദൈവം നമ്മളോട് നിരുപാധികം ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയ പാപങ്ങൾ, ഇത്രയും അധികം പാപങ്ങൾ ദൈവം എന്നോട് ക്ഷമിച്ചു. എന്നിട്ട് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ക്ഷമിക്കുന്ന രീതി അനുസരിച്ച്, നമ്മൾ ക്ഷമിക്കുന്ന ആ വിധം അനുസരിച്ചിട്ടാണ് നമ്മളോടും ക്ഷമിക്കപ്പെടാം. ദൈവം ആദ്യം ക്ഷമിച്ചു, എന്നിട്ട് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ ഈ ഉപമ എന്താണ് പറയുന്നത്? യജമാനൻ ഇളച്ചു കൊടുത്തതായിരുന്നു. എന്നിട്ട് ഈ ഭൃത്യൻ കരുണ കാണിച്ചില്ല. അപ്പോൾ യജമാനൻ എന്ത് പറഞ്ഞു? ഈ ഭൃത്യനെ കാരാഗ്രഹത്തിൽ അടച്ചു പറഞ്ഞു, എല്ലാം തന്നു വീട്ടുവോളം കാരാഗ്രഹത്തിൽ കിടന്നോളൂ. എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഇസ് എ ഹാപ്പി ഹാർട്ട്. നന്ദിയുള്ള ഹൃദയമാണ് സന്തോഷമുള്ള ഹൃദയം. അപ്പോൾ ദൈവം നമ്മളോട് എന്തോരം ക്ഷമിച്ചു എന്ന് നന്ദിയോടുകൂടെ സ്നേഹത്തോടുകൂടെ നമ്മൾ ഓർത്താൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഈസിയാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു തീരുമാനമെടുക്കൂ. ഒരു തീരുമാനമെടുക്കണം. എടുക്കാമോ? ഇന്ന് മുതൽ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ക്ഷമിക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഫൊർഗിവ്. വാട്ട് ഈസ് ദ റീസൺ? കാരണം എന്താ? കാരണമില്ല, ഞാൻ ക്ഷമിക്കാൻ പോവാ. വലിയ കാരണമുണ്ട്, എന്ത്? ഈശോ ക്ഷമിച്ചു, അതുകൊണ്ട്. പക്ഷേ ഈ വ്യക്തി എന്നോട് സോറി പറഞ്ഞോ, എന്നെ വേദനിപ്പിച്ച ഇയാൾ ഇനിയും എന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ, അതൊന്നും നമ്മൾ കാരണമായിട്ട് എടുക്കുന്നില്ല. നമ്മൾ അതൊന്നും നോക്കാനേ പോകുന്നില്ല, ശ്രദ്ധിക്കാനേ പോകുന്നില്ല. നമ്മുടെ ശ്രദ്ധ എന്താ? ഞാൻ തീരുമാനിച്ചു ക്ഷമിക്കുക എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. ക്ഷമിക്കുക എന്നത് എൻ്റെ ഒരു നല്ല ശീലമാക്കി തീർക്കാൻ ഞാൻ തീരുമാനിച്ചു. സൈക്കോളജിയൊക്കെ പറയും, 3 ആഴ്ച ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ശീലമാവും. ആത്മീയതയ്ക്ക് അങ്ങനെ ടൈം ലിമിറ്റൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യും. അപ്പോൾ ലെറ്റ് us all together, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. നമ്മൾ കുറേ പേര് ഒരുമിച്ചൊരു തീരുമാനം എടുക്കുന്നു. ഞങ്ങൾ ക്ഷമിക്കാൻ പോകുന്നു. ആർ യു റെഡി? 1000, 10,000 ആൾക്കാരൊക്കെ ഇങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ദ വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ്, ഡെഫിനറ്റ്ലി. അതുകൊണ്ട് നമ്മൾ കുറേ പേരിങ്ങനെ ക്ഷമിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എത്ര പേരുണ്ട്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക, ആർ യു റെഡി ടു ഫൊർഗിവ്? അപ്പോൾ ഒരാൾ എഴുതുന്നത് കാണുമ്പോൾ വേറൊരാൾക്ക് ഇൻസ്പിറേഷൻ ആവും. ഓ, അയാൾ ക്ഷമിച്ചോ, ഞാനും ക്ഷമിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ കുറേ പേര് ക്ഷമിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. വി ആർ ഡിസൈഡിങ് ടു ഫൊർഗിവ്. എന്തുകൊണ്ടാണ്? ഈശോ എന്നോട് ക്ഷമിച്ചില്ലേ? ഈശോ എല്ലാ മനുഷ്യരോടും ക്ഷമിച്ചില്ലേ? പിന്നെ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറച്ചില്ലേ? ആ സ്നേഹം ഉപയോഗിച്ച്, ആ സ്നേഹിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ക്ഷമിക്കുന്നു, നിരുപാധികം ക്ഷമിക്കുന്നു, തരി പോലും ബാക്കി വയ്ക്കാതെ ക്ഷമിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവമാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത്. അതിനായി നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ്, സറണ്ടർ ചെയ്യാണ്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്ഷമിക്കാൻ പോവാണ്. എന്നോട് തന്നെയും മറ്റുള്ളവരോടും എൻ്റെ ജീവിത സാഹചര്യങ്ങളോടൊക്കെ ഞാൻ ക്ഷമിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ക്ഷമിച്ച് നോക്കിയേ, സാരില്ല, പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഉള്ളിലൊരു മനോഭാവവും ഒരു പറയലൊക്കെ നടത്തി നോക്കിയേ. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് തുടങ്ങുക. ഓ, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, കുറേ കാലമായി, കുറേ വർഷമായി, കുറേ ധ്യാനമൊക്കെ കൂടിയത്, അങ്ങനെയൊന്നും പറഞ്ഞിരിക്കാതെ ജസ്റ്റ് ട്രൈ, ജസ്റ്റ് ഡു ഇറ്റ്, ജസ്റ്റ് ഡു ദാറ്റ്, ജസ്റ്റ് ഡു ദാറ്റ് ഫൊർഗിവ്നെസ്. I forgive.
ഇങ്ങനെ നമ്മൾ ക്ഷമിക്കുമ്പോൾ വലിയ വലിയ കെട്ടുകൾ അഴിയുന്ന അനുഭവം ഉണ്ടാവും. ബന്ധനങ്ങളൊക്കെ തന്നെ അഴിഞ്ഞു വീഴും, ചങ്ങലകൾ പൊട്ടും, നമുക്കുള്ളിൽ തന്നെ നല്ലൊരു സ്വാതന്ത്ര്യം അനുഭവപ്പെടും.